സോഷ്യൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് മീഡിയയിലെ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പണ്ടൊക്കെ തിരുവോണത്തോടനുബന്ധിച്ച് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ 3 ദിവസങ്ങളിൽ ചെന്നൈയിൽ മിക്ക ചായക്കടകളും ഉണ്ടാവാറില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഇന്നത്തെ കേരളത്തെ അവസ്ഥ. തമിഴ്നാട്ടിലും ബംഗാളിലും മറ്റും ഇലക്ഷൻ ആയതിനാൽ തമിഴരുടെ മിക്ക ചായക്കടകളും ചായക്കടകളാകട്ടെ ഹോട്ടലുകളാകട്ടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ തമിഴ്നാടിൻ്റെ ഇലക്ഷനെ നമ്മൾ വിലയിരുത്തുമ്പോൾ തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ DMK ആകട്ടെ അല്ലെങ്കിൽ പ്രതിപക്ഷമായ AIADMK ആകട്ടെ രണ്ടും പറയുന്നത് ഞങ്ങളുടെ 2 പേർ തമ്മിലുള്ള മത്സരം എന്നാണ്. എന്നാൽ വിജയ് പറയുന്നത് 2 പേരുമായിട്ടല്ല, DMKയും TVK വിജയുടെ പാർട്ടിയായ TVK ആയിട്ടാണ് കടുത്ത മത്സരം നിലനിൽക്കുന്നു എന്നാണ് പല വേദികളിലും വിജയ് ആഹ്വാനം ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ നിലവിലുള്ള ജാമ്പവാന്മാരായ രാഷ്ട്രീയക്കാർ എല്ലാവരും തന്നെ വിജയിയെ തള്ളിക്കളയുകയാണ്. കാരണം വിജയെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ കന്നി അംഗമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എത്രയാണ് വോട്ട് കിട്ടുക, എന്താണ് സ്ഥിതി എന്നൊന്നും മുൻകൂട്ടി നമുക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടും തന്നെയല്ല, മുൻകൂട്ടിയുള്ള പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിലും അദ്ദേഹത്തിൻ്റെ പിന്നാലെ വരുന്ന ജനക്കൂട്ടത്തെ വെച്ച് നമുക്ക് ഒരിക്കലും രാഷ്ട്രീയ പശ്ചാത്തലം വിലയിരുത്താനാവില്ല എന്നതിനെ മുൻനിർത്തി അവർ പറയുന്നത് വിജയ് എന്ന് പറയുന്ന ഒരു സിനിമാ നടനാണ്. സാധാരണ പ്രസ്ഥാനങ്ങളുടെ ഉദ്ഘാടനത്തിന് നമ്മൾ സിനിമാ നടിമാരെ ക്ഷണിക്കാറുണ്ട്. അവരെ കണ്ട് ജനങ്ങൾ ധാരാളം ഏതൊരു പ്രസ്ഥാനത്തിൻ്റെ ഉദ്ഘാടനത്തിന് എത്തിച്ചേരാറുണ്ട്. പക്ഷേ എന്ന് കരുതി ഒരിക്കലും ആ പെട്ടിയിൽ ആ പ്രസ്ഥാനത്തിൻ്റെ പെട്ടിയിൽ കാശ് ഉണ്ടാവാറില്ല. അതൊരു ജനക്കൂട്ടം മാത്രമാണ്. അതിനെ വിലയിരുത്തി നമുക്കൊരിക്കലും രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കാൻ പറ്റുകയില്ല എന്ന് തന്നെയാണ് തമിഴ്നാട്ടിലെ മിക്ക രാഷ്ട്രീയക്കാരും അവകാശപ്പെടുന്നത്. എന്നാൽ സംഭവം നേരെ തിരിച്ചു തന്നെയാണ് എന്ന് ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്ക് ഏവർക്കും അറിയുകയും ചെയ്യാം. ഇപ്പോഴത്തെ ചെറുപ്പക്കാരാവട്ടെ വിജയ് എന്ന നടനെ കണ്ടാൽ മതി, ആ വ്യക്തിയെ കണ്ടാൽ മതി, അദ്ദേഹം പ്രസംഗിക്കുകയോ മറ്റോ ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് റോഡ് ഷോ നടത്തിയാൽ മതി, അദ്ദേഹം എന്താണോ ആഹ്വാനം ചെയ്യുന്ന അപ്രകാരം ഞങ്ങൾ ചെയ്താക്കാം എന്ന് കണ്ണുടച്ച് ആരാധന എന്ന് പറയാൻ പറ്റിയാൽ അതിൻ്റെ ഒരുപടി മുകളിൽ ചെന്ന് വേണം നമുക്ക് പറയാൻ. അതായത് ഭ്രാന്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് നാടൻ ഭാഷയിൽ വിശേഷിപ്പിക്കാം. പണ്ട് ഇത്രയധികം ഇന്ത്യയിൽ ഒരു ആരാധന തോന്നിയിട്ടുള്ളൊരു താരം എന്ന് പറഞ്ഞാൽ സച്ചിനാണ് എൻ്റെ ഓർമ്മയിൽ. സച്ചിൻ എന്ന മാന്ത്രിക പ്ലെയർ, അദ്ദേഹം കളിക്കുകയോ റണ്ണടിക്കുകയോ 6 അടിക്കുകയോ 4 അടിക്കുകയോ ഒന്നും വേണ്ട, അദ്ദേഹം ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ മതി എന്നും പറഞ്ഞ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു നോക്ക് കാണാൻ വേണ്ടി തന്നെ TV-യിൽ കണ്ണും വിട്ട് നോക്കിയിരിക്കുന്ന ധാരാളം ആരാധകർ ഇന്ത്യയിലുണ്ടായിരുന്നു. പിന്നെ പാടും ജനക്കൂട്ടത്തെ ഇളക്കി മറിക്കുന്ന താരം എന്ന് പറഞ്ഞാൽ മറ്റൊരു താരം വേൾഡ് ലെവൽ നമ്മൾ കണ്ടിരിക്കുന്നത് മൈക്കിൾ ജാക്സനെയാണ്. അദ്ദേഹത്തിന് പരിപാടി എവിടെയാണോ അവിടെ ഈ പറയുന്ന കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ ആരാധകർ വന്ന് കൂടുകയും അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാനോ ഒന്നുമല്ല, അദ്ദേഹത്തെ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി എന്നും പറഞ്ഞ് ആ ഒരു സെയിം സ്റ്റേജ് തന്നെയാണ് വിജയുടെ കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ. വിജയ് എവിടെയെല്ലാം പോയിട്ടുണ്ടോ, തമിഴ്നാടിൻ്റെ കാഞ്ചീപുരം മുതൽ കന്യാകുമാരി വരെ അദ്ദേഹം എവിടെയെല്ലാം പോയിട്ടുണ്ടോ, രാഷ്ട്രീയ പര്യടനമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുണ്ടോ, അവിടെയെല്ലാം ജനങ്ങൾ ആരാധകരിങ്ങനെ ഇടിച്ചു തള്ളി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും TV വാർത്താ എല്ലാത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ വിജയ് ഇക്കുറി തമിഴ്നാട് ഭരണം പിടിച്ചെടുക്കുമോ എന്നത് തന്നെയാണ് പലരുടെയും ആശങ്ക. ഉള്ളിൻ്റെ ഉള്ളിൽ പല രാഷ്ട്രീയക്കാരുടെയും ആശങ്ക ഉള്ളിൻ്റെ ഉള്ളിൽ അത് തന്നെയാണ്. കാരണം ഭൂരിഭാഗം വിജയുടെ രാഷ്ട്രീയ പ്രചരണത്തിനാവട്ടെ മറ്റുള്ള ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണത്തിന് മിക്കവാറും ജനങ്ങളെ പൈസ കൊടുത്താണ് വരുത്തിയിരിക്കുന്നത്. കാരണം ജനക്കൂട്ടം കാണിക്കാൻ വേണ്ടി മാത്രം. എന്നാൽ വിജയെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചുമാണ്. ആർക്കും 5 നയാ പൈസ കൊടുത്തിട്ടില്ല. എന്തിനധികം പറയുന്നു, എന്താണ് ഈ മനുഷ്യൻ ചെയ്യാൻ പോവുക, ഈ മനുഷ്യൻ എന്താണ് അത്ര വിശ്വാസം എന്ന് നോക്കുമ്പോൾ ആരാധകർ പറയുന്നത്, ഭൂരിഭാഗം ആരാധകരും പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലെ ദ്രാവിഡ കക്ഷികളായ DMKയും AIADMKയുടെയും ഭരണം ഞങ്ങൾ കണ്ടു മടുത്തു, ഞങ്ങൾക്കൊരു മാറ്റം വേണം, ആ മാറ്റം തരാം എന്ന് പറഞ്ഞാണ് മറ്റൊരു സിനിമാ സംവിധായകനും കൂടിയായ ഒരു നടൻ്റെ പാർട്ടി, അതായത് സീമാൻ എന്ന് പറയുന്ന നടൻ്റെ പാർട്ടി നിലവിൽ തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് 8% വോട്ട് ബാങ്ക് ഉണ്ട്. അദ്ദേഹത്തിന് തമിഴ്നാട്ടിലെ ചെറുപ്പക്കാർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പിൻബലം. പക്ഷേ എന്നിരിക്കെ അദ്ദേഹത്തെ ഇന്നേ നാഴിക വരെ 4 5 ഇലക്ഷൻ അദ്ദേഹം കണ്ടിട്ടുണ്ട്. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഇന്നേ നാഴിക വരെ ഒരു MLA സ്ഥാനം പോലും ലഭിച്ചിട്ടില്ല. പക്ഷേ വിജയെ സംബന്ധിച്ചിടത്തോളം വിജയ് തമിഴ്നാട് ഒന്നടക്കം തൂത്തുവാരി നേരെ ഭരണത്തിലെത്തും എന്നും പറഞ്ഞ് അവകാശപ്പെട്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളും ആരാധകരും തമിഴ്നാട് ഉടനീളം പ്രചരിപ്പിക്കുന്നത്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സിനിമയായിട്ട് കൂട്ടുകലർന്ന് കിടക്കുന്ന ഒരു മേഖലയാണ്. എന്നിരിക്കെ വിജയുടെ ഈ പ്രവചനവും കഠിനാധ്വാനവും ഫലം ലഭിക്കുമോ എന്ന് തന്നെയാണ് ഏവരും ഇന്ത്യയെ ഒട്ടാകെ തമിഴ്നാടിൻ്റെ ഇലക്ഷനെ സൂക്ഷ്മം നിരീക്ഷിക്കുന്നു എന്ന് തന്നെ വേണം പറയാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് വെസ്റ്റ് ബംഗാളിൻ്റെ 2 ഘട്ടമായിട്ടുള്ള ഇലക്ഷൻ്റെ 1ാം ഘട്ടം ഇന്ന് തന്നെയാണ്.
ആ ബംഗാൾ ഇലക്ഷനോടനുബന്ധിച്ച് കേരളത്തിലുള്ള ബംഗാളികളായിട്ടുള്ള തൊഴിലാളികൾ ഏതാണ്ട് നല്ലൊരു ശതമാനം അദ്ദേഹം അവരുടെ പൂർവ്വദേശത്തേക്ക് അവർ പോയി കഴിഞ്ഞു, വോട്ട് ചെയ്യുവാൻ വേണ്ടി അവർ പോയി കഴിഞ്ഞു. നിലവിൽ വിജയ്ക്കും ബി ജെ പിക്കും തമിഴ്നാട് ബി ജെ പിക്കും അണ്ടർലിങ്ക് ഉണ്ട് എന്ന് തന്നെയാണ് പല രാഷ്ട്രീയക്കാരും പൊതുവേദികളിൽ രേഖപ്പെടുത്തിക്കൊണ്ട് വരുന്നത്. CBIയുടെ നിയന്ത്രണത്തിലാണ് കരൂർ കേസ് നടക്കുന്നതും ആ CBI ആവട്ടെ കേന്ദ്രത്തിൻ്റെ അണ്ടറിലുമാണ്. ഇത്രയും വലിയൊരു കേസ് നിലനിൽക്കെ ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണ്, മത്സരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും ഇതിൻ്റെ പിന്നിൽ അണ്ടർലൈൻ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് പല രാഷ്ട്രീയക്കാരും പ്രവചിച്ചു വരുന്നു എന്നതും നമുക്ക് ശ്രദ്ധേയമാണ്. മറ്റൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത്, വിജയുടെ പിന്നാലെ വരുന്ന ആരാധകരിൽ ഏതാണ്ട് 100% പേരിൽ 50%-ഓളം പേര് ഏതാണ്ട് 18 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാർ തന്നെയാണ് എന്ന് നമുക്ക് പല രാഷ്ട്രീയക്കാരും രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്കും അത് അദ്ദേഹത്തിൻ്റെ പരിപാടികളുടെ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശേഷിച്ച് 50% വോട്ടറെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു ശക്തമായ സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കില്ല. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് CM സീറ്റ് തന്നെയാണ്. അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് നമ്മുടെയും ഒരു കാഴ്ചപ്പാട്. ഇതിനോടൊപ്പം വിജയ് മത്സരിക്കുന്ന 2 സീറ്റുകൾ, അതായത് ട്രിച്ചിയും പിന്നെ ചെന്നൈയിൽ, ഈ 2 സീറ്റുകളിലും സർക്കാരിനെ അറിയിച്ച സ്വത്ത് വിവരങ്ങളിൽ പരസ്പരം വ്യത്യാസമുണ്ടെന്ന് അവകാശപ്പെടുന്നു. അതും അദ്ദേഹത്തിന് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഇലക്ഷനിൽ ഒരു പ്രധാന ഘടകമായി തീരും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സീറ്റിങ്ങിൽ കോയമ്പത്തൂരിലെ സീറ്റിൽ ചിലപ്പം അദ്ദേഹത്തിന് വൻ തിരിച്ചടി ഉണ്ടാവും എന്നും പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വാഗ്ദാനങ്ങളിൽ അല്ലെങ്കിൽ ഇലക്ഷൻ വാഗ്ദാനങ്ങളിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഭരണകക്ഷിയെയും പ്രതിപക്ഷത്തെയും കടത്തിവെട്ടുന്ന ഓഫറുകളാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ പറയുന്ന ഓഫറുകൾ നടപ്പിലാക്കണമെങ്കിൽ ഏതാണ്ട് 5000 കോടി ഇനി കടം വാങ്ങിക്കണം എന്നാണ് പല സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെയും നിരീക്ഷണം. എന്നിരിക്കെ ഇദ്ദേഹം പറയുന്ന രീതിയിൽ ഓഫറുകൾ അല്ല ഈ വാഗ്ദാനങ്ങൾ നിറവേറ്റണമെന്നുണ്ടെങ്കിൽ 5000 പോരാ, 20,000 കോടി കടം മേടിക്കേണ്ടി വരും. അതെങ്ങനെ സാധ്യമാകും എന്നതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇതൊക്കെയാണെങ്കിലും തമിഴ്നാടിൻ്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള ഓരോ ജില്ലയിലും ഓരോ പോളിംഗ് സ്റ്റേഷനിലും കനത്ത പോളിംഗ് തുടരുകയാണ്. ഏറെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുപ്പക്കാരാണ് എല്ലാ പോളിംഗ് സ്റ്റേഷന് മുമ്പിലും പുലർച്ചെ മുതലേ എത്തിച്ചേർന്നിരിക്കുന്നു എന്നത് തന്നെയാണ്. എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയുന്നു, ഞങ്ങൾക്ക് ഒന്നും നോക്കാനില്ല, ഞങ്ങൾക്ക് TVK മതി, വിജയ് മതി എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പറയുന്നത് എന്ന് അറിയില്ല. അത്രത്തോളം വിജയ്യായിട്ട് ഇവർക്ക് നേരിട്ട് ബന്ധമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ആർക്കും തന്നെ തോന്നുന്നില്ല. പക്ഷേ വിജയ് എന്ന ഏക ഒരു നടനെ മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് ചെറുപ്പക്കാർ ഒന്നടക്കം ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. വിജയ് എന്ന വ്യക്തിയിൽ നടൻ എന്ന ഒരു സ്ഥാനമില്ലെങ്കിൽ ഇദ്ദേഹം ആരാണെന്ന് എന്താണെന്ന് പോലും തമിഴ്നാട് ജനതയല്ല ലോക ജനതയ്ക്ക് തന്നെ അറിയാൻ സാധിക്കുകയില്ല. ഇതൊന്നും പോരായിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള അതായത് പ്രത്യേകിച്ചും വീടുകളിൽ വോട്ടില്ലാതെ ഉള്ള 18 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരാവട്ടെ വീട്ടിലുള്ള മുതിർന്നവരെ സമ്മർദ്ദം ചെലുത്തുകയാണ്. നിങ്ങൾ ഇക്കാലം അത്രയും DMKക്ക് ചെയ്തു, ADMKക്ക് ചെയ്തു, എന്താണ് നിങ്ങൾ നേടിയത്, ഇക്കുറി ഞങ്ങൾക്ക് വേണ്ടി വിജയ്ക്ക് വേണ്ടി ചെയ്യൂ എന്നും പറഞ്ഞ് കടുത്ത സമ്മർദ്ദം ചെലുത്തി വരുന്നതായിട്ടാണ് പല റിപ്പോർട്ടുകളും ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഇന്ന് നടക്കുന്ന ഇലക്ഷൻ ഉൾപ്പെടെ വെസ്റ്റ് ബംഗാളിൽ നടക്കാനിരിക്കുന്ന 2ാം ഘട്ടത്തെ ഇലക്ഷനും കൂടി കഴിഞ്ഞ് മെയ് 4-ാം തീയതി ആകുമ്പോഴത്തേക്ക് 5 സംസ്ഥാനങ്ങളുടെയും റിസൾട്ട് വരിക തന്നെ ചെയ്യും. അതിൽ അറിയാം വിജയ് നേടുമോ ഇല്ലയോ എന്ന്. പക്ഷേ വിജയ് നേടിയില്ലെങ്കിലും വിജയ് നേടാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പലരും പറയുന്നത്. പക്ഷേ വിജയ് നേടിയില്ലെങ്കിലും വിജയ് വ്യക്തമായ വോട്ടുകളെ വിഭജിക്കുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല. നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന നല്ലൊരു ശതമാനം വോട്ടുകൾ വിജയിലൂടെ വിഭജിച്ചു പോകും എന്നതിൽ യാതൊരു തർക്കമില്ല. വിജയ്ക്കും ഈ വിജയ് എന്ന വ്യക്തി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു നിർണായക ഘടകമാകുക തന്നെ ചെയ്യും എന്നതാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും മുൻകൂട്ടി വിലയിരുത്തുന്നത്. അദ്ദേഹം എത്ര സീറ്റ് നേടും, എങ്ങനെ ആയിത്തീരും, പ്രതിപക്ഷത്തെത്തുമോ അതോ ഭരണപക്ഷത്തെത്തുമോ എന്നത് പിന്നീടുള്ള കാര്യം. പക്ഷേ എന്തായാലും ഇക്കുറി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായക ഒരു ശക്തിയായി തീരുക തന്നെ ചെയ്യും വിജയ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ചാനലിൽ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.